പ്രദീപ്, കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 159 പോയിന്റ് ഇടിഞ്ഞ് 60,683-ലും നിഫ്റ്റി 2.5 പോയിന്റ് നേട്ടത്തിൽ 17,856-ലുമാണ് എത്തി നിന്നത്. അതേസമയം നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് 100 സൂചിക ഏകദേശം 2% നേട്ടവും സ്മോൾ ക്യാപ്പ് സൂചിക 1% നേട്ടവും കൈവരിച്ചിരുന്നു. വിപണി ഈ ഒരു അസ്ഥിരാവസ്ഥ തുടരുമ്പോഴും ഒരു മിഡ് ക്യാപ്പ് അതുപോലെ സ്മോൾ ക്യാപ്പ് ഓഹരികളിലേക്ക് ഒരു ബൈയിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രവണത ഒരു നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണോ? മനുഷ്യന് മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു നവംബർ മാസം മുതൽ നിഫ്റ്റി 50-ൽ ഒരു കറക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റിക്ക് വന്നിട്ട് ഇപ്പോൾ അറൌണ്ട് 17,300 പോയിന്റ്സിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരും ദിവസങ്ങളിൽ നിഫ്റ്റി 18,000 മുകളിൽ ക്ലോസ് ചെയ്യും. നിഫ്റ്റി 15 18,000 മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും വീണ്ടും. നൗ സ്പെസിഫിക്കലി സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന ക്വാർട്ടർലി ഫലങ്ങൾ പഠിക്കുക. ആൻഡ് ഇഫ് ദ ക്വാർട്ടർലി റിസൾട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് കാലത്ത് ഞാൻ വായിക്കുകയുണ്ടായി, പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സിന്റെ ആ കംപ്ലീറ്റ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ പ്രോഫിറ്റ് ഇൻ ദി ലാസ്റ്റ് 3 months കണ്ടമാനം വർദ്ധിച്ചുകൊണ്ടിരുന്നത്. 65% ആയിരുന്നു ഗ്രോത്ത് നമ്മൾ കണ്ടിരിക്കുന്നത്. 29,175 crores ആയിരുന്നു എല്ലാ പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെയും കൂടെ കഴിഞ്ഞ 3 മാസത്തെ പ്രോഫിറ്റ്. സോ നമ്മൾ PSU ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുതലായ ഒത്തിരി സ്മോൾ ക്യാപ് സ്റ്റോക്സും മിഡ് ക്യാപ് സ്റ്റോക്സും ഉണ്ട്. സോ ഇഫ് ദ പെർഫോമൻസ് ഇസ് ഗുഡ് തീർച്ചയായിട്ടും അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ പ്രദീപ്, പബ്ലിക് സെക്ടർ ബാങ്കുകൾ നല്ലൊരു റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലെ നിക്ഷേപകർക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേഖലയാണ് എന്ന് തന്നെയാണ് പ്രദീപ് പറയുന്നത്. ഡോക്ടർ ശങ്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശങ്കർ. കഴിഞ്ഞ ആഴ്ച വിപണിയിലേക്ക് നോക്കുമ്പോൾ ഓട്ടോ, എനർജി, FMCG, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് ഓഹരികളിൽ സമ്മർദ്ദത്തിലായിരുന്നു. ഈ സൂചികളെല്ലാം ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ടെക്നോളജി, ഇൻഫ്ര, ഫാർമ, ബാങ്കിങ് ഓഹരികളിൽ ഒരു ബൈയിങ് നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ പ്രദീപ് സൂചിച്ചു ഒരു PSU ബാങ്കിങ് ഓഹരി ഒരു നിക്ഷേപനം ശ്രദ്ധിക്കാവുന്ന മേഖല തന്നെയാണെന്ന്. അതോടൊപ്പം മറ്റേത് മേഖലയിലാണ് ഈ ഒരു ആഴ്ചയിൽ നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? நான் கொஞ்சம் தமிழ்ல இங்கிலீஷில் தான் பேசுவேன், எனக்கு மலையாளம் ரொம்ப தெரியாது. I understand what you're trying to tell me, that last week some of the indices went up and some of the indices went down. Yes. And if you look at the analysis over a long period of time, metal, energy have done very well, and IT. But if you're going for a short view, just 1 week, analysis of the indices would tell that IT, infra and pharma அது மூணும் இந்த வாரம் ஏறும்னு நான் நினைக்கிறேன். இந்த பொசிஷனை பார்த்தோம்னா ஐடி, நிஃப்டி, இன்ஃப்ரா, நிஃப்டி, ஃபார்மா நல்ல பாசிட்டிவாக தெரியுது. ஐ திங்க் த ஸ்விங் இஸ் கோயிங் டு டர்ன் அப். நெகட்டிவாக பார்த்தோம்னா கீழே இறங்கும்னு பார்த்தோம்னா ஆட்டோ, metal, these two I think will go down in comparison. Energy will also feel the pressure to go down. So my take this week is IT, infra, pharma up, auto, energy, metal down. This is based on technical analysis, nothing to do with fundamentals. Technical analysis, these 3 sectors I think will go up this week. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിൽ മികച്ചൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ ടെക്നോളജി, ഇൻഫ്ര, ഫാർമ ഓഹരികളിൽ വീണ്ടും ഒരു ബൈയിങ് ഈ ഒരാഴ്ചയും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ശങ്കർ പറയുന്നത്. ടെക്നിക്കലി ഒരു നിക്ഷേപകൻ തീർച്ചയായിട്ടും ഒരു ഓഹരി ഈ ഒരു മേഖലയിൽ വാങ്ങുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽസും കൂടി ശ്രദ്ധിച്ച് വാങ്ങാനായിട്ട് ഓർമ്മിക്കുക. പ്രദീപ്, താങ്കളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ 3ാം പാദ റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു.
ഓയിൽ വിലയിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ എക്കാലത്തെയും ഉയർന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 1297 കോടിയിൽ നിന്ന് 2284 കോടിയായിട്ടുണ്ട്. വാർഷികാടിസ്ഥാനത്തിലുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് 76%. ഈ കമ്പനിയുടെ EPS 11.97% നിന്ന് 21.07% ഉയർന്നു എന്നും റിപ്പോർട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു നിക്ഷേപകൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? മൻസൂണി, ഓയിൽ ഇന്ത്യയുടെ കേസിൽ ഓയിൽ ഇന്ത്യ എക്സലന്റ് പ്രോഫിറ്റ്സ് ആൻഡ് നമ്മൾ അതിൻ്റെ ഒരു ചാർട്ട് വൈസ് ടെക്നിക്കൽസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിൻ്റെ ലോങ് ടേം ട്രെൻഡ് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ വളരെ ബുള്ളിഷായി തന്നെയാണ് നിലനിൽക്കുന്നത്. ആൻഡ് ജനുവരി മാസത്തിൽ അതിൽ നമ്മളൊരു നല്ലൊരു കറക്ഷനും കണ്ടിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഓയിൽ ഇന്ത്യ ഒരു 210 താഴോട്ട് പോകുമെന്ന്. ഓയിൽ ഇന്ത്യക്ക് 240 ഒരു റെസിസ്റ്റൻസും കണ്ടുവരുന്നുണ്ട്. സോ ബിറ്റ്വീൻ 210 and 240 അതിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും. പക്ഷെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് പോർട്ട്ഫോളിയോ ആഡ് ചെയ്യാനായിട്ട് പരിഗണിക്കാം. പക്ഷെ നമുക്ക് ഒരു മൊമെന്റം വന്നതിന് ശേഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 240 മുകളിൽ ക്ലോസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തീർച്ചയായും പ്രദീപ്, 240 വരും ദിവസങ്ങളിൽ ഓയിൽ ഇന്ത്യക്ക് ഒരു റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്താന്ന് വെച്ചാൽ, മാർച്ചിൽ പ്രതിദിനം 5 ലക്ഷം ബാരൽ ഓയിൽ ഉൽപാദനം കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം റഷ്യ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് നമ്മൾ കണ്ടിരുന്നു. ഈ ആഴ്ചയിൽ ക്രൂഡ് വിലയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം പ്രദീപ്? മൻസൂണി, ക്രൂഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ക്രൂഡ് കഴിഞ്ഞ ജൂൺ മാസം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് വരികയായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലെ ക്രൂഡിന്റെ വില $120 മുകളിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. പക്ഷെ ഡിസംബറിന് ശേഷം നമ്മളെ ക്രൂഡിന്റെ കേസിൽ ഒരു കൺസോൾട്ടേഷനെ കാണുന്നത് അറൌണ്ട് $70. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഇന്ത്യ, ക്രൂഡ് ഓയിലിന്റെ വില ഇസ് ബിക്കമിങ്, ഓർ ക്രൂഡ് ഓയിലിന്റെ ചാർട്ട് ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ ക്രൂഡ് ഓയിൽ വീണ്ടും വളരെ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. സോ നമ്മളൊരു ട്രേഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് പരിഗണിക്കാം. ക്രൂഡ് ഓയിലിന്റെ അടുത്തൊരു ശക്തമായ ഒരു റെസിസ്റ്റൻസ് കാണുന്നത് അറൌണ്ട് $90. സോ ബിറ്റ്വീൻ $80 $90 ഇടയ്ക്ക് നമുക്കൊരു ലോങ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിന് നല്ല ചാൻസസ് കാണുന്നുണ്ട്. തീർച്ചയായും പ്രദീപ്, ഒരു കമോഡിറ്റി ട്രേഡറിന് ക്രൂഡ് പരിഗണിക്കാവുന്ന ഒരു ലെവലിലാണ്, ഒരു ലോങ് പൊസിഷന് ഉത്തമമായ ഒരു ലെവലിലാണ് ഇപ്പോൾ ക്രൂഡ് പ്രൈസ് എന്നാണ് പ്രദീപ് അഭിപ്രായപ്പെടുന്നത്. ശങ്കറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഈ ആഴ്ചയിൽ US മന്ത്ലി CPI ഡാറ്റ, ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരും. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ CPI ഡാറ്റയും പുറത്തു വരും. കഴിഞ്ഞ 2 മാസങ്ങളിലും ഇൻഫ്ലേഷൻ റേറ്റ് 6% താഴെ നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചു. എന്നാൽ അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ 6.5% തന്നെയായിരുന്നു. താങ്കളുടെ അഭിപ്രായത്തിൽ ഇതുവരെയുണ്ടായ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന്, FOMC ആണെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും, ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ റേറ്റ് ഹൈക്ക് ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു പുറത്തു വരുന്ന ഡാറ്റ വിപണിയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശങ്കർ? Okay, you opened up a can of worms. Thank you for bringing up Oil India. நான் பிரதீப் சொன்ன மாதிரி என்னோட அனாலிசிஸ் ஆயில் இந்தியா, if the price crosses 236, I think there is a very good opportunity for 8 to 10% in the short term. So I'm going to buy Oil India today. Okay. Having said that, இப்போ நீங்க கேட்டது CPI and RBI's ability. Actually, most central banks, RBI மட்டும் இல்லை, வேர்ல்டு ஃபுல்லாகவே central banks' ability to control inflation through monetary policy alone is very, very poor. Okay. So, to think that RBI எப்படியோ ஒரு மேஜிக்கா இன்ஃப்ளேஷனை கண்ட்ரோல் பண்ணலான்றது is a wrong notion anymore going forward. And moreover, inflation calculation itself, in my view, needs overall in this country. We are looking at prices of 2011 as the base year to look at inflation and to work out the
real GDP. So, in my view, the 6% CPI is just a number. First of all, nobody is questioning how this number has been calculated. Okay, everybody is using what the government is giving. Where is an independent analysis with independent data to calculate CPI in this country? No. So there is a need for independent verification of not only CPI but also GDP numbers. Okay. இப்போ ஆர்பிஐ வந்து மானிட்டரி பாலிசி யூஸ் பண்ணி இன்ஃப்ளேஷன் கண்ட்ரோல் பண்ண பார்த்துட்டு இருக்கு. But for the economy to be handled, fiscal policy is also important. And the government has conveniently made only the monetary policies the yardstick for controlling the economy, which in my view is not correct. However, having said this, இப்போ GDP rate எடுத்தோம்னா everybody is talking 6.4% or half percent this side, half percent that side. You ask any chief economist of any institution, they don't have independent verification of this data. First of all, real GDP is no more real. In my view, nominal GDP is what is important. Nominal GDP at current prices is what is important, because the government budget, government revenue, government expenditure எடுத்தோம்னா அவங்க இன்னித்து பிரைஸ்ல தான் சொல்றாங்க இவ்வளோ செலவு இவ்வளோ வரது. அப்படி இருக்கிறச்ச real GDP போறதுக்கு there's no use. We need current prices data. And moreover, from the nominal GDP, they are working out real GDP by using a deflator. The deflator is 2011 prices. In the last 13-12 years, we have come a long way. So the index year has to be changed. In my view, it should be 2014-15. Because this government started from 2014. ശങ്കർ, That ഈ should ഒരു be the beginning. ഡാറ്റ ഒരു നിക്ഷേപകൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ട്രേഡ് ചെയ്യുമ്പോൾ ഇതിനെല്ലാം ശ്രദ്ധ നൽകണം എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ, ഈ ഒരു ഡാറ്റയ്ക്കെല്ലാം? If I understand you right, as an investor, I only look at the nominal GDP, which is growing at a phenomenal rate, not 6%. In my estimation, which I have done using GST data, you look at the GST data, it's growing at 23%. You look at direct taxes revenue computation, it's growing at 20%. It was released day before yesterday. So, as an investor, I'm looking at nominal GDP growth, which is more than 20%. So, I'm very bullish on India. Okay. In spite of inflation, which is a different figure, in spite of the real GDP, which is only at 6.5 according to the government, my independent estimation is India is growing at 20% in nominal terms, and so I'm very bullish on India. Mansuni, as far as the Indian market or Indian economy is concerned, നമുക്ക് രണ്ട് പ്രോബ്ലംസ് ഈ വരുന്ന ദിവസങ്ങളായി ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, മൻസുനി പറഞ്ഞതുപോലെ നേരത്തെ ചോദിച്ച ചോദ്യം, ക്രൂഡ് ഓയിലിന്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. സോ ക്രൂഡ് ഓയിലിന്റെ വില ഈ വരുന്ന ദിവസത്തിൽ 80 നിന്നും 90 വരെ ഉയരാൻ നല്ല ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. അതേസമയം വാട്ട് ഇസ് ഹാപ്പൻഡ് ഇസ് ഡോളർ ഇൻഡെക്സും കണ്ടോനം സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ ഡോളർ ഇൻഡെക്സിന്റെ വാല്യൂ വെറും 101 ആൻഡ് കഴിഞ്ഞ ആഴ്ച ട്രേഡിംഗ് അവസാനിക്കുമ്പോൾ അത് 103 മുകളിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇവിടെ നിന്നും ചുരുങ്ങിയ 105 ഡോളർ ഇൻഡെക്സ് ഉയരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡോളർ ഇൻഡെക്സ് സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോളർ 6 മേജർ കറൻസീസിന് എഗൻസ്റ്റ് ആയിട്ട് സ്ട്രെങ്ത് കൂടുന്നു. അതായത് യൂറോ, പൗണ്ട് സ്റ്റെർലിംഗ്, ജാപ്പനീസ് യെൻ മുതലായ ടോപ്പ് കറൻസീസ്. ആൻഡ് നാച്ചുറലി അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി തീർച്ചയായിട്ടും വീക്കൻ ചെയ്യും. സോ വരും ദിവസങ്ങളിൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ റുപ്പി വീണ്ടും അമേരിക്കൻ ഡോളറിനെ അഗൻസ്റ്റ് ആയിട്ട് വീക്കൻ ചെയ്യും. വീക്കൻ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൽ പ്രോബ്ലംസ് വരും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വീണ്ടും വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എഗൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ RBIയുടെ നീക്കങ്ങളിൽ വീണ്ടും അവർക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. ഈ ആഴ്ചയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയിൽ താങ്കളുടെ ഒരു ടെക്നിക്കൽ വ്യൂ നിക്ഷേപകർക്ക്
എന്താണ് നൽകാനുള്ളത്? ഒരു ലെവൽസ്, നിക്ഷേപകർ വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽസ് എന്താണ് താങ്കൾ സജസ്റ്റ് ചെയ്യുന്നത്? മനുഷ്യന് നിഫ്റ്റി 50യുടെ കേസിൽ നിഫ്റ്റി 50 ലോങ് ടേം ട്രെൻഡ് ഇസ് സ്റ്റിൽ വെരി വെരി മച്ച് ബുള്ളിഷ്. പക്ഷെ നിഫ്റ്റി 50യുടെ കേസിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ നിഫ്റ്റി 50 18,000 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്രഷ് ബൈയിങ് വിൽ കം ഇൻ. അതേസമയം 17,600 പോയിന്റിന്റെ സപ്പോർട്ട് ആയിരിക്കണം നമ്മൾ വാച്ച് ചെയ്തിരിക്കുന്നത് ഡൗൺ സൈഡിൽ. കാര്യം 17,600 താഴോട്ട് നിഫ്റ്റി 50 ക്ലോസ് ചെയ്താൽ then the long term trend will become bearish. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി 50 17,600 താഴോട്ട് പോകുമെന്ന്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 41,800 പോയിന്റിലാണ് റെസിസ്റ്റൻസ് കാണുന്നത്. ആൻഡ് ഇഫ് ബാങ്ക് നിഫ്റ്റി can close above 41,800 നമുക്ക് ബാങ്കിങ് സ്റ്റോക്സിൽ പുതിയ ബൈയിങ് പ്രതീക്ഷിക്കാം. ആൻഡ് അവസാനമായിട്ട് നിഫ്റ്റിയുടെ IT ഇൻഡെക്സിൽ 30,870 വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നിലവിലുള്ള മൊമെന്റം തുടരാൻ ചാൻസസ് ഉള്ളൂ.